So hello YouTube, what's up gamers? Welcome back to another episode of Banishers Ghosts of New Eden. നമ്മുടെ പ്രീവിയസ് എപ്പിസോഡ്സ് കാണാത്തവർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോറിയുടെ കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ കേട്ടോ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളങ്ങനെ ഗവർണറിനെ കൺഫ്രണ്ട് ചെയ്തു, അതിനുശേഷം അവിടുത്തെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തു. ആൻഡ് നമുക്ക് സിറിഡിയനെ നഷ്ടപ്പെട്ടു. അവർ ഇത്രയും കാലം ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന മോസെഡ് എന്നുള്ളൊരു എന്തായിരുന്നു അസൂൽ അങ്ങനെ എന്തായിരുന്നു അയാളുടെ പേര്. സോ അങ്ങനെ സിറിഡിയനെ നഷ്ടമായി. എന്തായാലും ആ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിഞ്ഞ തിരിച്ച് നമ്മുടെ ഗെയിമിൻ്റെ ഫൈനൽ ചാപ്റ്ററിലേക്കാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത്. ആ മിഷനാണ് ഇനി തുടങ്ങാൻ പോകുന്നത്. സോ വേറെ സ്ഥലത്തേക്ക് വേണം, അപ്പോൾ അങ്ങോട്ടേക്ക് പോകാം. വീഡിയോ കാണാൻ എല്ലാവരും ലൈക്ക് അടിക്കുക, 1K ലൈക്കാണ് ലൈക്ക് ടാർഗറ്റ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലെറ്റ്സ് കണ്ടിന്യൂ അവർ സ്റ്റോറി. പോകട്ടാ. ഓൾറൈറ്റ്, ഗോ ടു ഫോർട്ട് ജെറിക്കോ. അതാണ് നമുക്ക് തന്നിട്ടുള്ള പുതിയ മിഷൻ. ഞാൻ പറഞ്ഞ ഫൈനൽ ചാപ്റ്ററാണ്. നമുക്ക് മെയിൻ ഈ ഓട്ടം ഇതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് ഇനി മെയിൻ സംഭവങ്ങൾ മാത്രം കവർ ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മളേറെ നേരത്തെ അഡ്വഞ്ചറിന് ശേഷം നമ്മളങ്ങനെ സ്ഥലം കണ്ടുപിടിച്ച് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇപ്രാവശ്യം ഒരു ക്ലിയർ ഒരു വേ തന്നില്ല, നമുക്ക് കുറച്ച് വളഞ്ഞ് പോകേണ്ട വന്ന് ഇങ്ങോട്ടേക്ക് എത്താനായിട്ട്. നമ്മൾ മുമ്പ് സഞ്ചരിച്ചൊരു സ്ഥലത്തേക്ക് ഫാസ്റ്റ് ട്രാവൽ ചെയ്ത് അവിടെ നിന്ന് പിന്നെ ജമ്പ് ചെയ്ത് ആൻറ്റീനൊക്കെ വെച്ച് അങ്ങനെ കുറച്ച് സാധനങ്ങളായിരുന്നു. പസിലല്ല, ബട്ട് വഴി കണ്ടുപിടിക്കാൻ നമ്മൾ കുറച്ച് പേർക്ക്. അങ്ങനെ എൻ്റെ കുറച്ച് ഇപ്പം ഞാൻ ആ ഇൻട്രോ പറഞ്ഞില്ലേ ഗൈസ്, അതിനുശേഷം കട്ട് ചെയ്തിട്ട് നിങ്ങൾ ഈ പോർഷൻ കാണേണ്ട ഇടയ്ക്ക് ഒരു 20-25 മിനിറ്റെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ മാപ്പിൻ്റെ എൻ്റയർലി പുതിയ ഏരിയയിലാണ്. ക്ലോസ്. ഇത് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഫോർട്ട് ജെറിക്കോ. The mountains must be rich in ore. Looks a bit rickety. Reach the mountains. It's built for a team. One man alone should be fine. Should be. Wow. These beams look fragile. Will they hold? Would you rather? Hold ചെയ്തില്ലെങ്കിൽ നമ്മൾ താഴത്ത് കിടക്കും. അത്രേ ഉള്ളൂ. To me, I wouldn't be here to begin with. ഇതല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. അപ്പം എന്നാൽ നീ ക്ലൈംബ് ചെയ്ത് കയറുമെന്ന് വെച്ച് എൻ്റെ കയ്യിലുള്ള അല്ലെങ്കിൽ എനിക്ക് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് പോയി ഈ പരിപാടിക്ക് തന്നെ നിൽക്കില്ലായിരുന്നു എന്ന് പറയുവാൻ. ഓക്കെ, പേട്ടി ബെയിൻ റിങ് കിട്ടിയിട്ട് വരണം. ഓ, ബയോമ് മാറിയട്ടാ. Have we climbed higher or has the weather gotten colder? The nightmare is at work. She's likely using the weather in New Eden to further isolate its people. Then once the curse is lifted, the snow will disappear. I think so. ഇത് നൈറ്റ്മെയറിൻ്റെ പണിയാണ് കേട്ടോ. അതാണ് ഇങ്ങനെ വെതർ ഇങ്ങനെ മാറിയേക്കണത്. ആൾക്കാരെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ ചെയ്യണ പരിപാടിയാണെന്നാണ് ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയ വാർത്ത. ഓ, ആരാ 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 ആ കാഷ്വൽ അടികൾ. നിങ്ങളെല്ലാവരും ഒന്ന് വന്നാൽ ഞാൻ പട്ടക്കം പൊട്ടിക്കുന്ന സ്ഥലം തരാം. അല്ല, അറിയാം നിന്നെ വെച്ചെന്നല്ലേ ഞാൻ ഇപ്പോൾ അത് അടിച്ചത്. ഒറ്റയടിക്ക് ജയിച്ചില്ലേ നമ്മള്. സെറ്റ്. കണ്ണ് കാണാനല്ല, സോ ആൻറ്റിയൊക്കെ കാണും. ഓക്കെ, ആൻറ്റിയുടെ പരിധിയും പോലും വിട്ട് ഡിസ്പെൽ ദ ഫോഗ്. ഓക്കെ, ഇത് ആൻറ്റിയുടെ കയ്യിലും അല്ല കേട്ടാ. എന്തോ ഒന്ന് ഇവിടെ ഉണ്ട് ഈ ഫോഗിൽ. യാ, കണ്ട്. എനിക്കതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഈ ഫോഗിനെ ഇവിടുന്ന് മാറ്റാണ്ട് ഒന്നും നടക്കില്ല. ഓക്കെ, മുകളിലേക്ക് ക്ലൈംബ് ചെയ്യാനുള്ള വഴിയുണ്ട്, പക്ഷെ അതും വരുന്നില്ല. ഇതാണ് ഫോഗിൻ്റെ ഒരു ഉറവിടം പോലെ ഇങ്ങനെ തോന്നുന്നു എനിക്ക്. കണ്ട അവിടെ നിന്ന് വരുന്ന പോലെ എനർജി. യെസ്, ഇതിൻ്റെ അകത്തുനിന്ന് എനർജി വരുന്നത്. ചേട്ടാ, വഴിയൊക്കെ കറക്റ്റാ. ഐ എം കോൺഫിഡൻറ്റ്. ആ അതെ അതെ അതെ, ഈ ക്രിസ്റ്റൽസ്. ഇനി ഇവിടുത്തെ ഫോഗ് പോവും. ഇതൊന്നും നൈറ്റ്മെയറിന് ഇഷ്ടപ്പെടില്ല, മനസ്സിലായ? അതാണ് കളികൾ.
നമ്മൾ അവരുടെ അത്ര ലെവൽ അല്ലെങ്കിൽ നമ്മുടെ അറ്റാക്സ് ഒക്കെ ഇപ്പോൾ ഭയങ്കര പവർഫുള്ളാണ്. കാരണം നമ്മൾ എക്വിപ്പ് ചെയ്തേക്കുന്ന സാധനങ്ങൾ അങ്ങനത്തെ ഇതുണ്ട്. കണ്ട ഇപ്പൊ സ്നോവായി. നമ്മളാ ഒരു സ്ഥലത്തേക്ക് എത്തിക്കില്ല ഇവര്, അതാണ് നമ്മളെങ്ങനെ നിർത്തും. വഴിയിൽ കുറെ തടസ്സങ്ങളും പ്രശ്നങ്ങളും തന്നു. ആ ക്ലൗഡഡ് ഹാർവസ്റ്റർ ബോസ് ഫൈറ്റ്. അമ്മേ സാറ് പുലിയായിരുന്നല്ലേ. അല്ലെങ്കിലും ഗോസ്റ്റുകളെ നേരിടാൻ ഗോസ്റ്റ് തന്നെ വേണമെന്ന് ആന്റിയെ പണ്ട് എന്നോട് പറയാറുണ്ട്. ആന്റി ഒന്ന് ലോക്ക് ചെയ്യോ? യെസ്. ചോരല്ലേ തെറിച്ചത്. ലോക്ക്. ഒന്നും മിണ്ടാണ്ട് ആന്റിയെ ഞാൻ എന്നെ കൂടെ രക്ഷിക്കാനെ നോക്കണേ. കണ്ട പവർ കണ്ട, കുറച്ച് കാണല്ലേ നീ കത്ത്. Hate those things. Wasn't your first, won't be your last. Aye, thank you. അതിനെ കൊന്നപ്പോൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല കാര്യം, നല്ല കാര്യം. Is that? Yes, something's here. ഇതിന്റെ അകത്തല്ലേ? ടേക്ക് ദ ലിഫ്റ്റ്. ഇവിടെ എന്തോ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഓ ഇനി 500 മീറ്റർ. ഓക്കെ ഐ തിങ്ക് നമ്മൾ വലിയ മൗണ്ടൻ ആണ് ക്ലൈംബ് ചെയ്ത് കയറി പോണത് നമ്മള്. ഡീറ്റെയിലിംഗ് കണ്ട. Made of many specters, they are bloody angry. Made of many specters. അത്രേ ഉള്ളൂ. A scourge is made of many specters merged. നമ്മൾ ആ ബീസ്റ്റിനൊക്കെ ഫൈറ്റ് ചെയ്തല്ലേ അങ്ങനെ തന്നെ. For example, is a scourge born of a single specter. ഏത് നമ്മൾ പഠിച്ചതാ? Always seek a new physical body, often made of different materials. എന്ത് ബോഡി വെച്ചിട്ടും കാര്യമില്ല, നമ്മൾ അടിച്ചിടും. Perhaps you prefer an easier question on the nature of a ghost, perhaps. Ghosts have ties. Ghosts have unfinished business. അതെ, അത് മാത്രമേ ആൾക്കാരെ ശല്യം ചെയ്യുള്ളൂ. And apparently that includes asking questions. You may not know much, but you have കയ്യൊക്കെ പുട്ടർത്തുന്നുണ്ട. I hope it's enough. എന്നും മിണ്ടാണ്ടെന്നേ. നമ്മളെ വന്ന കാര്യം ചെയ്യാം. ഗോസ്റ്റുകളെ കുറിച്ച് ചർച്ച ചെയ്യാനൊന്നും ഞാനില്ല. നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. നിന്നെ കുറേ ഇവരിങ്ങനെ ട്രാവൽ ചെയ്യിച്ച് നമ്മളെ കൊണ്ടുപോണ്ട്. ഇല്ല ഞാനല്ല കേട്ടോ. ഒരു ഗോസ്റ്റ് അവിടെ നിന്ന് എന്താ ഹെൽപ്പ് ചോദിക്കണ്ടായിരുന്നു. ഞാൻ ചെവി കൊടുത്തില്ല. എന്നോട് കളി. പുതിയ ഏരിയ ഏത് വരണ്ടാണ് കേട്ടോ ഞാൻ സ്കിപ്പ് ചെയ്യാത്തത് ഇതൊന്നും. കാരണം നമുക്ക് ആവശ്യമുള്ള കോൺവെർസേഷനൊക്കെ ഇടയിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ പറഞ്ഞില്ല ഇതുവരെ നമ്മൾ ഈ ഏരിയയിലേക്ക് വന്നിട്ടില്ല. അമ്പോ ഫ്രോസൺ കാന്യൻ. A peaceful place in different times. Before the nightmare's influence, you mean? Let's reach the fort and a fire and warm you up. ശരിയാണ്. ഇവിടെ ഈ സ്നോ ഒന്നുമില്ലെങ്കിൽ ഇത് നല്ലൊരു അടിപൊളി നല്ല വൈബൊക്കെ ഉള്ള കുന്നും മലയൊക്കെ ഉള്ള ഒരു സൂപ്പർ സ്ഥലമായിരുന്നിരിക്കണം. നമുക്ക് റെസ്റ്റ് ലൊക്കേഷൻ വരുന്നുണ്ടെന്നാണ് മേരാ മനസ്സ് പറയണത്. കാരണം അവളിപ്പോൾ അത് പറഞ്ഞു. ഈ സ്നോൻ്റെ ഇടയിൽ ഒരു ഫയറായിട്ടൊന്ന് വാം ആവണം നമുക്ക്. ഒരു വെടി പൊട്ടിയ സൗണ്ട് കേട്ട്. Trouble ahead. Specters are attacking the fort. ഇതാണ് ഫോർട്ട്. ഓക്കെ ഇതാണ് ഫോർട്ട്.
സ്പെക്ടേഴ്സ് ഇവിടെ ആൾക്കാരുണ്ട്, സർവൈവേഴ്സ് ഉണ്ട്, അവരെ അറ്റാക്ക് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. രക്ഷകൻ എത്തിയാണ് മക്കളെ. രക്ഷകൻ കീ ഒന്ന് പൊട്ടിച്ചാണ്ടിയാ, കാറിനെ കുറ്റി നോക്കി പൊട്ടിക്കും. ഇനി എത്ര പേര് രക്ഷിക്കണം പറഞ്ഞാൽ മതി. Guys, stand down. Oh. Is that the sound of a corpse cocking its gun? Can I join in too? താല്പര്യം ഉണ്ടെങ്കിൽ വരാം, സന്തോഷമുള്ളൂ. പൊട്ടിക്ക്. നന്ദിയൊന്നും പറയണ്ട. None in, none out. Not living nor dead. ഓ, അവരെ ആരെ അകത്തേക്ക് കയറ്റി വിടില്ല. ജീവനുള്ളതാണെങ്കിലും ശരി, മരിച്ചതാണെങ്കിലും ശരി. I'm obviously a banisher. Open the door there. I've business within. Your business is, if you'll excuse my articulating the evidence, not my business. തുറക്കടോ. I have my orders. You can't come in. I hear you, friend. പേരെന്താണ് What's your നിങ്ങളുടെ? name? The name's Andrew White. And you seem a pleasant fellow. I like a Scot, me, but standing here, I'm on duty. And when I'm on duty, I'm not your friend. അവന് താല്പര്യമില്ലാണ്ടല്ല, പക്ഷെ അവന്റെ ഓർഡർ ആരും കടത്തി വിടരുതെന്നാണ്. And I can't be disobeying orders. Either priests or Pennington would have my guts, and I fancy neither. Pennington knows I can help. അവരോട് സംസാരിക്കോ? Pennington knows me. He'll know I can help. I'm sure he does. But put one dead man down, and 3 come back next day. ഈ പെന്നിങ്ടൺ നിങ്ങൾക്ക് മനസ്സിലായ ഗൈസ്, നമ്മള് ഫസ്റ്റ് എപ്പിസോഡിൽ തിക് സ്കിന്റെ കൂടെ തോക്കായിട്ടുള്ള ഒരു ഹണ്ടറിനെ കണ്ടത് ഓർക്കുന്നുണ്ട് നിങ്ങൾ? അയാളാണ് പെന്നിങ്ടൺ. And I'll not add your complications to the pile. Now you want to lend a hand? Mrs. Priest and her party are overdue. You can't miss the outpost. It looks out across the valley. Na Mrs. Priest engile പുള്ളിക്കാരത്തി. Make sure she doesn't die. You'd surely gain her favor. And favor, as they say, opens doors. Get in a fight and find your boss and dig her out of whatever hole she's in. All right. I can do that. They have specter troubles. Let's first clear the nearby nest to relieve the fort, then deal with the missing. Yeah, fine. Okay, what's the word? അത് വേണ്ട, goodbye. ഞാൻ സെറ്റ് ആക്കി തരാം. I'll likely be back. Find our friends, Banisher. Or put them to rest. I'll try. As soon as I take care of the specter's nest, I'll go looking for the outpost. So, ഈ പെന്നിങ്ടൺ എന്ന് പറഞ്ഞ ആളെ ഞാൻ പറഞ്ഞില്ലേ, അത് അയാൾ തന്നെയാണ് പെന്നിങ്ടൺ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ ഇവിടെ എപ്പോഴും പ്രശ്നങ്ങളാണ്, ഈ സ്പെക്ടേഴ്സ് അറ്റാക്കും മരിച്ച ആൾക്കാരൊക്കെ ഒന്ന് അറ്റാക്ക് ചെയ്തിട്ട് ഇവർ പിടിച്ചു നിൽക്കുക ഇവിടെ. നോക്കാം ഇതൊന്ന് പറഞ്ഞു കൊടുത്തോട്ടെ, പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കട്ടെ എന്ന്. റെഡ് ആൻറ്റി ഒന്ന് വെയിറ്റ് ചെയ്യും. അപ്പോൾ അയാളാണ് പെന്നിങ്ടൺ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ, അയാൾ തന്നെ ആയിരിക്കണം. സോ മിസ്സിസ് പ്രീസ് ഒരു പെണ്ണുണ്ട്, അയാളുടെ വൈഫാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, തോന്നുന്നു. എന്തായാലും പുറത്ത് പോയിരിക്കുക, ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. അപ്പോൾ അവരെ കണ്ടിട്ട് അവരെ സഹായിച്ചാൽ അവരെന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ട് കിടക്കുകയായിരിക്കും. അപ്പോൾ അവരെ സഹായിച്ച് അവരുടെ ജീവൻ രക്ഷിച്ച് അവരെ കൊണ്ടുവന്നാൽ അവർ നമുക്കും തിരിച്ച് സഹായം ചെയ്യും. അങ്ങനെ ഈ ഡോറ് തുറക്കും, അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഫർദർ കണ്ടിന്യൂ. നമ്മളിവിടെ ശരിക്കും എന്തിനാ വന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല, വേറെ കാര്യം. പെർഹാപ്സ് മറ്റേ സിറിഡിയം പറഞ്ഞ പോലെ ന്യൂ ഈഡനിലുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്താലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഹെൽപ്പാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾസോ റെഡും ആൻറ്റിയും ഒരുമിച്ച് നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവരൊരുമിച്ച് നിൽക്കാൻ നമ്മൾ ആദ്യം തീരുമാനം എടുക്കണം. നമ്മൾ ഇന്നലെ റെസറക്ഷൻ തീരുമാനം എടുത്തതാണ്. അപ്പം അതിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ. Let's see. Ooh. This isn't over yet. ഇവരൊക്കെ അടിക്കട്ടെ. That's it. That's the place. കഴിഞ്ഞു. Fill in the hole. Bury them all. സോ ഇവിടെ ഒരു ഇൻഫെസ്റ്ററിൻ്റെ ഒരു ടണൽ ഒരു സാധനം ഉണ്ട്, അതിൽ നിന്നാണ് ഫുള്ള് ഇങ്ങനെ സ്പെക്ടേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? എവിടെ സാധനം എന്ത് അത് നശിപ്പിക്കണം. അപ്പോൾ ഈ ഫോർട്ടിൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇവർ വരുന്നത് അങ്ങോട്ട് ഇല്ലാണ്ടാവും. ഇതിന് മുകളിലേക്ക് എങ്ങനെ കിടക്കും ഞാൻ?
ഈ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുപോകാനുണ്ട്. ആ ട്രാക്ക് ഉണ്ട്. സീൽ ദ ഇൻഫെസ്റ്റഡ് ടണൽ. ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവരെന്തോ ഉദ്ദേശിക്കണേ? വെയിറ്റ്, മനസ്സിലായി. ഇതുവരെ വരും അത്. ഞാൻ ഇതിൽ ക്ലൈംബ് ചെയ്യുന്നു, ഇവിടെ ക്ലൈംബ് ചെയ്യുന്നു. ഇപ്പം നമ്മൾ അവരുടെ ആളെ രക്ഷിക്കുക മാത്രമല്ല. ആൻറ്റിയ വല്ല ജമ്പ് എന്തെങ്കിലും? ഓ വെയിറ്റ്, കിട്ടി. I should buy the fort a little time. Let's hope it's not too late for the famous Mrs. Priest. റീച്ച് ചെയ്ത് ഔട്ട് പോസ്റ്റ്. ഇവിടെ നിന്നാണ് വന്നത്. നമ്മൾ സീൽ ചെയ്ത്. ഓക്കെ, ഇനി സ്പെക്ടേഴ്സിനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഓക്കെ, സോ ആ പരിപാടി കഴിഞ്ഞ്. ഇനി നമുക്ക് റീച്ച് ചെയ്ത് ഔട്ട് പോസ്റ്റ്. അപ്പോൾ ആദ്യം പറഞ്ഞാൽ ഇനി ഫോർട്ടിലേക്ക് ഇവിടുന്ന് സ്പെക്ടേഴ്സ് വരില്ല. അത് സോൾവ് ചെയ്ത് ഇനി ആ മിസ്സിസ് പ്രീസിനെ കൊണ്ട് രക്ഷിച്ച് കഴിഞ്ഞാൽ അവർ നമുക്ക് വാതിൽ തുറന്നു തരും. നമ്മളായിട്ട് നല്ല ടേംസിലാവും. എ ഫേവർ ഫോർ എ ഫേവർ, അതല്ല എങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു ഇത്. ടേക്ക് ദ ലിഫ്റ്റ്, ഇതാണ് ഔട്ട് പോസ്റ്റ്. ടേക്ക് ദ ലിഫ്റ്റ് ഓപ്ഷണലാണ്. Stuck. Looks like you're walking. Looks like. ഞാൻ എപ്പോഴാണ് വാക്കാത്തത്? അതൊന്ന് പറഞ്ഞ നീ. ഫുൾ വാക്കിങ് തന്നെയല്ലേ നമ്മള്. ഫൈൻഡ് യുവർ വേ അപ്പ്. എന്നിട്ട് ഓപ്ഷണലിനൊക്കെ പറഞ്ഞ് തന്നപ്പോഴോ അവരുടെ മനസ്സ്. അവർ ഈ ഒരു ഔട്ട് പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് നേരത്തെയും പറഞ്ഞത് കേട്ടോ. ഔട്ട് പോസ്റ്റിലാണ് എന്തോ പ്രശ്നം നടക്കേണ്ടത് തോന്നുന്നത്. ഓടിക്കോ. Another in sight. The mountain is awash with specters. Did the foraging party really come this way? That would explain why they haven't returned. അവരിങ്ങോട്ട് വന്ന് തിരിച്ചു പോയിട്ടില്ലെങ്കിൽ ഇവിടെ നിറച്ച് സ്പെക്ടേഴ്സിനെയും കാണുന്നു. നമുക്ക് ഊഹിക്കാം അവർ പ്രശ്നത്തിലാണ് പെട്ട് കിടക്കണേന്നുള്ളത്. ഉറപ്പല്ലേ? Picking up something spectral nearby. അവിടെ നിൽക്കട്ടെ, നമ്മളിപ്പോൾ മൈൻഡ് ചെയ്യണില്ല. ഇപ്പം മിസ്സിസ് പ്രീസിൻ്റെ അടുത്തേക്ക് വേറെ വർത്താനല്ല. പ്രേതം, ഇവിടെ ഒരു സർവൈവറിന്റെ ഹെൽപ്പ് എന്നൊക്കെ കൊണ്ടൊരു പ്രേതം നമ്മളോട് സഹായിക്കാൻ പറഞ്ഞു. കമ്മിങ് ഫൈൻഡ് യുവർ വേ അപ്പ്. കണ്ടെത്തി. മിഷൻ മാറ്റി കാണിക്കേ. ഇതായിരിക്കും ഔട്ട് പോസ്റ്റ്. This one's not been dead long. അയ്യോ, ആള് മരിച്ചെടുക്കണ്. ഈ അടുത്ത് മരിച്ചിട്ടുള്ളോട്ടെ അവര്. Piss off. Hurry! She's being overrun! Come on! അയ്യോടാ പാവം. അവിടെ ആകെ പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നതാണ് ആ പ്രേതം പറയണത്. ഇത് വന്ന് ആരെയൊക്കെ ബഹളം കേൾക്കാണ്ട്. ഹെൽപ്പ് ഈസ് ഓൺ ദ വേ. ഫൈൻഡ് ദ സർവൈവർ. കണ്ട സൗണ്ട് കേൾക്കണ കേട്ടോ.
ഇവിടെ നിന്നാണ് സൗണ്ട് കേട്ടത്. ഓ Behind you! ഓ ആ പ്രേതാണ് ഇപ്പൊ നമ്മളടുത്ത് വന്ന് സഹായം ചോദിച്ചത്. ഓ എത്തി മക്കളെ, പേടിക്കണ്ട ചേച്ചി. ആരോ വന്നേക്കണം നോക്ക്. ബാനിഷർ. Watch out. We made it angry. അതിന് നമുക്ക് എന്താ ആന്റിയ, നീ ഇല്ല കൂടെ പിന്നെന്ത് മോനെ. പൊസിഷൻ എടുക്കാൻ പോവാ, നിക്ക് ഞാൻ തരാം. Can I join in too? I'm fine. ആ ഹെലൻ പ്രീസ്, ഇതാണ് ആള്. ഹലോ മാം. A timely arrival. You'll be Haskell's Banishers. യെസ് വി ആർ. Thank you both. You can see me. Clear കണ്ട as അവർക്ക് day. അങ്ങോട്ട് Just as കാണാണ്ട, I can ഞാനത് see. ആലോചിച്ച്. This is my husband. I am Helen Priest. ഓ Antea Duarte. This is my partner, Red McGrath. ഓ നമ്മുടെ ഭാര്യ Tis പ്രേതായി, rare that the living can അവളുടെ still ഭർത്താവ് linger. പ്രേതായി. All I know is one day I woke after 7 long years of grief, and my Sebastian was back. It was as if my prayers had at last been answered. That was enough for me. In times of danger, I am duty-bound to protect the woman I love. You understand? സെബാസ്റ്റ്യൻ. ഓക്കെ, സോ 7 വർഷത്തിന് ശേഷമാണ് അവൾക്കുള്ള ഹസ്ബൻഡിനെ തിരിച്ചു കിട്ടുന്നത്. അവളിങ്ങനെ വിഷമിച്ച് ഏർപ്പാടിൻ്റെ ഇതിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം ഒരു സുപ്രഭാതത്തിൽ ഇവൻ്റെ പ്രേതമായിട്ട് വന്നേക്കണത്. അവർക്ക് സംഭവം അങ്ങോട്ട് കൊണ്ട് കാണാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അവൾക്ക് നമ്മളെയും നമ്മുടെ മീൻസ് നമ്മളെ ആൻറ്റിയേനെയും കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, വൈ കം ബാക്ക് നൗ? 7 years. ആ 7 വർഷം എടുത്തത് എന്താ അപ്പം നീ Welcome തിരിച്ചു back വരാൻ? now. It did not feel like 7 years. Suddenly, I felt her pain calling to me. Divine intervention or otherwise, all that matters is that my dear Sebastian is back. Now, when I need him most. അവളുടെ വിഷമം, വേദന, പെയിൻ, കോളിംഗ് ഒക്കെ കേട്ടിട്ടാണ് അവൻ വന്നതെന്ന് പറഞ്ഞത്. എനിക്ക് 7 വർഷമായിരുന്നൊന്നും തോന്നിയില്ല. അങ്ങനെ എനിക്ക് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് എത്തിയത്. അപ്പോൾ അവള് ഹാപ്പി, കാരണം ഒരു ആവശ്യം വന്ന സമയത്താണ് അവൻ വന്നത് എന്നുള്ളത്. ഈ ഫൗണ്ട് യുവർ മെൻ. നിങ്ങളുടെ ആൾക്കാർ കുറേ അവിടെ മരിച്ചു കിടപ്പുണ്ട്. അവർ മരിച്ചു. സോറി. I'm sorry. We were overrun. I sent Matthews and Williams with the supplies to race for the hoist. This was a risky expedition. But Helen had no choice. If the survivors were to rely on Pennington alone, the fort would have already fallen. പെന്നിങ്ടൻ്റെ ഭാര്യ ഒന്ന് ഞാൻ വിചാരിച്ചത് ഇവള്, പക്ഷെ അല്ലാട്ടാ. അതാണ് അവനൊറ്റ, അതായത് സർവൈവേഴ്സിന് വേണ്ടിയിട്ട് റിസോഴ്സസിനൊക്കെ വേണ്ടി ഇറങ്ങിയതാണ് ഇവർ. അത്തരം സാഹചര്യങ്ങളിൽ ഇങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. Choices must be made. That's courage. All the courage in the world will be worthless if those in command won't match it. അതും ശരിയാണ്. Pennington did this while monsters relentless besieged the fort. But make no mistake, these men's deaths are on the captain's conscience, if he has one. How so? 7 years ago, a plague came to New Eden. Pennington quarantined the sick in the mines, walled them up. They were dark times. Hard times. None knew what the morrow would bring. We all lost much. Too much. As second in command, Sebastian volunteered to stay. Walled in with the others, he held out the longest. He died a hero. And now the Forsaken are rising. They demand revenge. Who would blame them? I watched them die. Soldiers and miners, sick and hungry, begging for help they knew would never come. Captain Pennington has much blood on his hands. സോ ക്യാപ്റ്റൻ പെന്നിങ്ടൺ ആളത്ര പോരാ എന്നാണ് പറയുന്നത്. ഇവൾ ഇത്ര റിസ്ക് ഒക്കെ എടുത്ത ആൾക്കാർക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിലും ഇവളെന്നല്ല, നമ്മളൊരു റിസ്ക് എടുത്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അത് ആർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നു, ആ ആൾ അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നനുസരിച്ചിരിക്കും. നമ്മൾ ധൈര്യം കാണിച്ചിട്ട് അയാൾക്ക് ധൈര്യം ഇല്ലാണ്ട് അല്ലെങ്കിൽ അയാൾ ലക്ഷ്യത്തിന് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ മാത്രം എപ്പോഴും സാക്രിഫൈസ് ചെയ്യുന്ന ഒരാളായിട്ട് മാത്രം മാറിപ്പോവും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവൾ പറഞ്ഞത്.
അത് മാത്രമല്ല 7 വർഷങ്ങൾക്ക് മുമ്പ് ന്യൂ ഈഡനിൽ ഒരു പ്ലേഗ്, ഒരു ഡിസീസ് പോലെ ഒരു സംഭവം വന്നത്ര. അപ്പോൾ അത് വന്ന സമയത്ത് ഇവൻ എന്ത് ചെയ്താൽ സിക്കായിട്ടുള്ള ആൾക്കാരെല്ലാവരും പിടിച്ചൊരു കേവിനകത്തിട്ടിട്ട് ക്വാറന്റൈനിൽ ഇടുന്ന പോലെ പടരാണ്ടിരിക്കാൻ വേണ്ടി അവരെ ക്വാറന്റൈനിലിട്ട്. ഈ അകത്തിരുന്ന ആൾക്കാരൊക്കെ വിചാരിച്ച് ഇവൻ ഹെൽപ്പും കൊണ്ടുവരുന്നു, പക്ഷെ വന്നില്ല. ഇവൻ അവരെ ഫോഴ്സ്ഫുള്ളി അതിനകത്തിട്ടിട്ട് എന്താ പറയുക അവിടെ ഇട്ട്. ആ ഇട്ടയിൽ കൂട്ടത്തിൽ ഞാൻ അവരുടെ കൂടെ കിടന്നോളാം എന്നിട്ട് വോളണ്ടിയർ ചെയ്ത സെക്കൻഡ് ഇൻ കമാൻഡായിരുന്നു ഈ നമ്മുടെ പറഞ്ഞ ഈ സെബാസ്റ്റ്യൻ, ഇപ്പുറത്ത് നിൽക്കണ പ്രേതം, അവളുടെ ഹസ്ബൻഡ്. അപ്പോൾ അവരുടെ ബുദ്ധിമുട്ടൊക്കെ കണ്ട ഒരാളാണ്. അവനും ആ പ്ലേഗ് വന്ന മരിച്ചത്, അവനാണ് ലാസ്റ്റ് മരിച്ചത്. അവിടെ ഉള്ളവരൊക്കെ കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് അങ്ങനെയൊക്കെ മരിച്ചു. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുത്തില്ല, അവരെ കംപ്ലീറ്റ്ലി ഇങ്ങ് സീൽ ചെയ്തവൻ. അപ്പോൾ അവരാണ് ഈ സ്പെക്ടേഴ്സായിട്ട് പെണീറ്റ് വരുന്നത്. അവർക്ക് അതിൻ്റെ റിവെഞ്ച് ഉണ്ട് ഇവനോട് തിരിച്ച്, മനസ്സിലായി? അവരനുഭവിച്ചൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണെന്നാണ് അവനും പറഞ്ഞത്. അപ്പോൾ അവൻ മൊത്തത്തിൽ ശരിയല്ല എന്നുള്ള രീതിയിൽ അവർ ടോട്ടലി സംസാരിക്കണത്. I'm sorry. You've been through a lot. We have. We are, and will persist till we prevail. We should get back to the fort. We will escort you. നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകണം, ഞാൻ അതിനാണ് വന്നത്. സോ പെന്നിങ്ടൺ ആളത്ര പോരാ എന്ന് വേണം നമുക്ക് ഇത് മനസ്സിലാക്കാൻ. If there's a way out, we'll find it. വിഷമിക്കാണ്ടിരിക്കരുത്, ഞാനൊക്കെ വഴിയൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ട്, കൂടെ അങ്ങ് വന്നാൽ മതി. Go there. കൂടെ വരണ്ട കേട്ടോ, ഇവിടെ വഴിയില്ല. അത് പൊട്ടില്ല, ഇതുവഴി വരും. ആ Impressive. വാ. Banishers are quite. A banisher marched with my father's infantry. Good for morale, he said. Soldiers usually carry their ghosts with them. War is good for our business. I take it that's how you met. I'm not a soldier when I see him fight. I never worked for the army, but something like that. പുറത്തെത്തി. ഫോളോ ഹെലൻ. ഇപ്പം അവളെ ഫോളോ ചെയ്താൽ മതിയാ. ഇവിടെ ലിഫ്റ്റ് ഉണ്ടാവണം. എനിക്ക് താഴ്ത്തുനിന്ന് കിട്ടിയില്ലല്ലോ, അതിൻ്റെ കാരണം ഇവിടെ ലിഫ്റ്റ് എടുത്തിട്ട് മുകളിലേക്ക് വന്നിട്ടുണ്ട്. അതായിരിക്കണം. നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആൾക്കാരല്ലേ? We'll come back for you, my friend. My sympathies. കാൽവി, നീ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് എനിക്ക് വേണ്ടി ആ ഗേറ്റ് ഒന്ന് തുറക്കണം. യൂസ്. All of this for 2 miserable powder boxes. How low has Pennington brought us? If you didn't like him, why did you follow him? I followed his reputation, but he's no longer the same man. What would you do in his place? I'm doing it. He sits behind his walls waiting for them to fall, and I'm out here fighting to live. We're fighting for our lives. The captain is in the way. These internal conflicts are a risk for the stability of the fort. A necessary risk for the survival of all. But I agree. This must end. You may leave the crates. ഇത് വല്ലാത്ത സ്ലോ ആണ് കേട്ടാ. Send someone back for them. Yeah, the path should be quiet. We cleared the area of the specter's nest. Well, that's a relief. Follow me. ഓക്കെ. സോ പെന്നിങ്ടണിന് ഇത്ര ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവനെങ്ങനെ ഫോളോ ചെയ്യണത്, അവൻ പറഞ്ഞൊക്കെ ചെയ്യണത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പണ്ട് പെന്നിങ്ടൺ ഇങ്ങനെ അല്ലായിരുന്നു എന്നാണ് പറയണത്. അന്ന് അവനുണ്ടായിരുന്ന റെപ്യൂട്ടേഷൻ അതൊക്കെയാണ് ഞാൻ ഫോളോ ചെയ്യണത്, അല്ലാണ്ട് ഇപ്പോഴത്തെ അല്ല. ഇനിയിപ്പോൾ ഇവർക്ക് വേറെ ചോയ്സ് ഇല്ലല്ലോ. പിന്നെ ഇവളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചേഞ്ചസ് ആണ് ഇവളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയാണ് ഈ കഷ്ടപ്പെടുന്നത്. അല്ലാണ്ട് അവൻ പുറത്തിറങ്ങിയിട്ട് കാര്യങ്ങളൊന്നും ചെയ്യണില്ല. അവൻ അതിന് പഴയ ആ ഒരു ഇതൊന്നും കൊടുക്കുന്നില്ല, വാല്യൂ ഒന്നും. എമ്പകരോ അവള് സ്ലോ ആയതുകൊണ്ട് തുറന്നു കേട്ടോ ഞങ്ങക്ക്. What are you lot waiting for? Open the gates. കേട്ടല്ലോ, ഗേറ്റ് തുറക്ക്. ഇപ്പൊ സമാധാനായില്ലേ? Go talk to Pennington. Make him understand if you can. Where can I find him? പെന്നിങ്ടണിനോടൊന്ന് സംസാരിച്ച് നോക്കാൻ. He hides in his office. You'll find him there.
He hides in his office. Fort Jericho, നമ്മളെത്തി. പെനിങ്ടനെ കണ്ട് സംസാരിച്ച് ഞാൻ ഉദ്ദേശിച്ച ആൾ തന്നെയാണ് പെനിങ്ടൺ എന്ന് പറയാൻ പറ്റും. Sir covered Pennington. Tora? Pennington? Captain Pennington. No time, no way out. No hope, no way in. No time at all. ഞാൻ പറഞ്ഞ ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ട ആൾ തന്നെയാണ് കേട്ടാ പെന്നിങ്ടൺ. ഇങ്ങോരുടെ കൂടെയാണ് നമ്മൾ തിക് സ്കിന്നെ ആദ്യം കണ്ടത്. ആ സെയിം ആൾ തന്നെയാണ്. Mr. McWraith, you live. There's work to be done. Work? നമ്മൾ ജീവനോടെ ഉണ്ടോന്ന് ഫുള്ളി ഇപ്പോഴല്ലേ നമ്മളെ കാണുന്നത്. എല്ലാരും വിചാരിച്ച അന്നാ മീറ്റിംഗ് ഹൗസിൽ നമ്മൾ മരിച്ചെന്നാ. To bring one last glimmer of hope, to gladden our hearts before the pit takes us all. You secretive bastards haven't helped. The job is done. There's no more hope and little enough time. All that remains is the pit. Okay. Welcome to the last stand, McWraith. Welcome to the end. എൻ്റെ I ആയിട്ടില്ല wouldn't മിസ്റ്റർ. surrender just yet, Captain. I found Helen Priest. We brought supplies. A waste of effort on both accounts. Hardly. We saved a life. Resupplied, you may save more. അതെ. For the sake of what? For the sake of days, a week perhaps. അത് ശരി, നിന്നെ കണ്ടിട്ടല്ലേ ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നത് ഇവിടെ. You've prolonged the terror. The dead will come. Our throats will feel their bony fingers soon enough. The end is inevitable. അതെ, ഇവിടുത്തെ വർത്താനം. നിൽക്കും, നമുക്ക് ഓപ്ഷൻ തന്നുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരാളുടെ ജീവൻ രക്ഷിച്ചുകൊണ്ട് വന്നു, റീസപ്ലൈസ് എടുത്തിട്ട് വന്നു. പക്ഷേ ഞങ്ങൾക്കത് പറ്റിയെങ്കിൽ നിനക്ക് എത്ര പേരെ അങ്ങനെ ജീവൻ രക്ഷിക്കാൻ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുക. പോകുമ്പോൾ പറയാം അങ്ങനെ രക്ഷിച്ചിട്ട് എന്തിന്, അതെത്ര കാലത്തേക്കെന്ന്, ഒരാഴ്ചയ്ക്കോ 2 ആഴ്ചയ്ക്കോ. ഇവഞ്ച്വലി മരിച്ച ആൾക്കാർ വരും, ഗോസ്റ്റ് വരും, നമ്മളെ കൊല്ലും, എല്ലാം അവസാനിക്കുന്നു എന്ന് വെച്ചിട്ട് അവ ഇപ്പോഴെ പ്രതീക്ഷ കൈവിട്ടിട്ട് അവരുമാതിരി ഇതിൻ്റെ അകത്ത് തന്നെ ഇരിക്കുക. ഇതാ ഞാൻ പറഞ്ഞത്, പുറത്ത് അവർ കഷ്ടപ്പെടുമ്പോൾ ഇവ ഇവിടെ ഇരിക്കുക. ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇവനാണ് ലീഡർ. അങ്ങനെ നടക്കും നീ ആക്ട് ചെയ്തില്ലെങ്കിൽ. It is if you will not act. You're the officer. Take command. Surely you can't intend to do nothing. You sound like Priest. She has changed. Her return to Fort Jericho has made her impulsive, irrational, quarrelsome. അവളിവിടെ ഫൈറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. Her husband's loss. Returning to the scene as അവളെ ഹസ്ബൻഡ് ഇയാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. it festers. She'll join the lieutenant soon enough. When our defences crumble at the last, the pit shall take us all. ഇവിടെ ഇപ്പൊ എങ്ങനെയാണ് പിടിച്ചു നിൽക്കണങ്ങൾ? How do things stand, Captain, as you see them? Little has changed. The dead flood from the mines. We shoot them down and gain respite. Soon, the onslaught begins anew. The clock of our extinction ticks on towards the hour. We may no more defeat the dead than we may vanquish the ocean waves. അപ്പൊ ഡെഡ് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ഇവര് കുറച്ച് അത്യാവശ്യത്തിനൊക്കെ ഫൈറ്റ് ചെയ്ത് പിടിച്ച് നിൽക്കണമൊക്കെ ഉണ്ട്. പക്ഷെ ഇനി അങ്ങനെ വരില്ല. അതാണ് നമ്മള് സീലാണ് നമ്മൾ അടച്ചത്. പക്ഷെ ഇവിടെയുള്ള ആൾക്കാർക്ക് പ്രതീക്ഷ ഉണ്ടോ? Folk have little enough hope, and you're leading them further into the darkness. I've heard the whispers, the murmurs, the plotting from the shadows. We hold till the last. We resist till retribution rises from the pit and drags us all to hell. Well, that's something worth waiting for. I fail to see the appeal of this slow agony. How unfortunate. Because thanks to you and the time you bought us, the agony will be all the slower. അപ്പോഴും അവൻ വിചാരിക്കുന്നത് നമ്മൾ വന്നാലും ഇവരുടെ പ്രശ്നങ്ങൾ കുറഞ്ഞു പോവുള്ളൂ എന്നാ. മീൻസ് എന്തായാലും അവസാനമായി. വെൽക്കം ടു ദ എൻഡ് എന്ന് ആദ്യം പറഞ്ഞു. എന്തായാലും അവസാനിക്കും. പക്ഷെ നമ്മളുള്ളതുകൊണ്ട് കുറച്ചുകൂടെ സമയം ഇവർക്ക് ജീവിക്കുക എന്നുള്ളത് മാത്രം. Permission to take my leave, Captain. And if I refuse it? Are you trying to recruit me, Captain?
Do you really think I'd take the king's shilling? If I were to offer enough shillings, I'm sure of it. I need no new lieutenants. പുതിയ ആൾക്കാരും വേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾക്ക് താല്പര്യം നിങ്ങളോട് നിന്നോന്ന്. You'll build it while you're here. നമുക്ക് റെസ്റ്റ് എടുക്കാനൊരു സ്ഥലവും തന്നു, റെസ്റ്റ് അറ്റ് ഷെൽട്ടർ. എന്തായാലും ഇവിടെ വന്നതല്ലേ, റെസ്റ്റ് എടുത്തോന്ന്. അങ്ങനെ ഔദാര്യൊന്നും വേണ്ട, നമുക്കറിയാം കാര്യങ്ങൾ ചെയ്യാൻ. അടുത്ത ലീഡർ അവളെ ആക്കണം. A captain beaten by the world. On the other, his rival, haunted and mutinous. In a fort besieged by vengeful specters. അതെ, ഇവരിവിടെ ഒരുമിച്ച് നിൽക്കണം. Helen Priest worries me there is something else. അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? I know the shit, there's something else. Something darker. കാരണം ഇപ്പൊ ഇവിടെ ഹെലൻ ഭയങ്കര നല്ലതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് ഇല്ലേ? പ്രീം എന്തായിരുന്നുള്ള പേര് മറന്നു. നല്ലതായിട്ട് തോന്നുന്നുണ്ട് ഇല്ലേ? അവള് ചിലപ്പോൾ വില്ലത്തിയാവും, മനസ്സിലായ? ഇവൻ പൊട്ടായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഇവൻ ചിലപ്പോൾ നല്ലതാവും. അങ്ങനെയാണ് ഈ ഗെയിമിന്റെ ചരിത്രം. റെസ്റ്റ് അറ്റ് ദ ഷെൽട്ടർ, റെസ്റ്റ് കരോ. Banishers, may I have a word? Yes, പറയൂ. Helen, something wrong? എന്താണ് Apologies for പ്രശ്നം? disturbing your rest. I'm afraid it can't wait. ഇത്ര അത്യാവശ്യത്തിൽ നീ വരണമെങ്കിൽ എന്തെങ്കിലും ആവശ്യം കാണും, പറയ്. I saw a broken man. അവൻ എല്ലാ പ്രതീക്ഷയും കൈവിട്ടിട്ടിരിക്കുന്നു. A proud man turned to stone perhaps by years നീ പറഞ്ഞ പോലെ പണ്ടത്തെ പോലെ അല്ല അവപ്പം. I saw a broken man. അവനൊരു പ്രതീക്ഷയില്ല. I did not see the tyrant you described. നീ പറഞ്ഞ പോലത്തെ ആളെന്ന് ഞങ്ങളവിടെ കണ്ടില്ല. He will not act, but nobly get the hell out of the way. I do not disagree, but the captain needs help. I too was a soldier, broken and haunted. With Antea's help, I recovered. Pennington may need the same. അവനെ ചിലപ്പോൾ നമുക്കൊന്ന് ശരിയാക്കി എടുക്കാൻ പറ്റും. The good folk of the fort need your help. You are Banishers. The dead, you'll have noticed, hammer at the gates. I would like you to go into the mines and find out what enrages them so. I would like you to do what the captain will not. And while we deal with the hordes of angry specters, what shall you be doing? When the mines are purged, I'll oust Pennington. ഞങ്ങൾ എവിടേക്ക് പോകണം? Where do we go? There is a second tunnel into the mines. The entryway was walled shut during the quarantine. Getting there will not be easy, but the barricade should fall without too much difficulty. After that, who knows? Underground again. Wonderful. If it suits you, I too am taking a significant risk. The captain has a penchant for locking people up and leaving them to rot. Some years ago in New Eden town, the captain locked up an innocent woman. A fate I wish to avoid. ക്യാപ്റ്റൻ ഒരിക്കലും ഇന്നസെന്റ് വുമനെ അതുപോലെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന്. ഡെബ്ര എന്നാണോ പേര്? ക്യാപ്റ്റന് ഗവർണറിന്റെ കൂടെ നിന്നിട്ട് Do you speak of Deborah? What did he do? I was away from New Eden town at the time. Rumors said she was a witch. Deborah. And so too did the captain. The court agreed. Who knows what urges drove the captain then? He is a secretive man. And always CBI ഏത് പടം? ഓക്കെ. സോ ഡെബ്രയുടെ പ്രശ്നങ്ങൾ കൊണ്ട് ഇവിടെ ഡെബ്രയാണോ ഇതിൽ മെയിൻ ഇഞ്ഞത്? പ്രശ്നങ്ങൾ കൊണ്ട് കുറേ കാര്യങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നു. അവൾക്ക് അത്രയും അനീതിയാണ് അവൾക്ക് എല്ലാവർക്കും വേണ്ടി ഇവരെ കാര്യങ്ങൾ അലർട്ട് ചെയ്ത് ഹെൽപ്പ് ചോദിക്കാൻ വന്ന അവളെ കുറ്റപ്പെടുത്തി അവൾക്ക് അങ്ങനെ ഒരു മരണം കൊടുത്തത് കൊണ്ട് പ്രശ്നമായി. അന്ന് അവളെ ജയിലിലിട്ടുണ്ടായിരുന്നു. അവൾക്ക് ട്രയൽ ആവാൻ സമയമാകുമ്പോൾ അവൾക്കുള്ള ശിക്ഷ വിധിക്കുന്ന ഗവർണർ പറഞ്ഞു. അന്ന് ആ ജയിലർ പെന്നിങ്ടൺ ആയിരുന്നു. ഓക്കെ, we should go. Then it's agreed. When you're ready, you'll investigate the mines. Okay, take the hoist to the waterfall near the outpost you first found me. From there, it is not far to the tunnel. Keep your wits and all your luck about you. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സെക്കൻഡ് ടണലും കൂടെ ഉണ്ട്. ആ മൈനിൽ കൂടെയും ഈ പറഞ്ഞ പോലെ മരിച്ച സ്പെക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അവരെ നമ്മൾ അത് ഷട്ട് ഡൗൺ ചെയ്ത് അത് അവസാനിപ്പിക്കണം.
അപ്പോൾ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ എനിക്ക് തോന്നുന്നു പെന്നിങ്ടണിന് പകരം ഇവിടെ ചാർജ് എടുക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഉള്ള ആൾക്കാർ റെഡിയാണ്. നമ്മൾ ബാനിഷേഴ്സ് അല്ലേ, നമ്മൾ ഗോസ്റ്റിനൊക്കെ നമുക്ക് അടിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് വേണ്ടി അതൊന്ന് ചെയ്യണം, ഹെൽപ്പ് ചെയ്യണം എന്നാണ് പറയണത്. ഇപ്പോഴും ഗേറ്റിൽ ഗോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തുകൊണ്ട് അവർ ഇത്രയും സ്ട്രോങ് ആയിട്ട് പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നു, ഇതിന് എന്തൊരു അവസാനം ഇല്ലാത്തതെന്നും കൂടെ അന്വേഷിക്കണം കേട്ടോ. അതാണ് പറയണത്. എന്തായാലും നമുക്ക് പോയി നോക്കാം അടുത്ത എപ്പിസോഡിൽ. ടു ബി കണ്ടിന്യൂഡ്.